ബി കല്ലറ തുറന്നിട്ടില്ല എന്ന് പറയുന്നത് അസത്യമാണ്. കൺഫെഷനിൽ പറഞ്ഞിരിക്കുന്നത് അപഹരണം നടന്നു, ഇൻക്ലൂഡിങ് ബി. അത് ആ സിനിമയിലെ കഥ യഥാർത്ഥ കല്യാണക്കാട്ടും നീലിയുമായിട്ട് ഒരു ബന്ധവുമില്ല. സെൻറ്റ് തോമസ് ഒരു പോർച്ചുഗീസുകാരെ കൊണ്ടുവന്ന ഒരു മിത്താണ്. ബാലരാമവർമ്മ മരിക്കുന്നത് വയറിളക്കം വന്നിട്ടാണ്. ആ ഡയറിയ ചിലപ്പോൾ പോയിസൺ കഴിച്ചിട്ടും ആകാം. ഒന്നാമത് ഈ ബി കല്ലറ എന്ന് പറയുന്നതിനെ പറ്റി ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നത് മുഴുവൻ അബദ്ധങ്ങളാണ്. ഈ ബി നിലവറ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിനോദ് റാവി പറയുന്നത് മഹാഭാരത കോണത്ത് കല്ലറ, അതിനെയാണ്. ഈ കല്ലറകൾക്കൊക്കെ വേറെ പല പേരുകളുണ്ട്. ഇൻസിഡൻ്റലി ഞാൻ ഇത് കുറച്ചു കാലം ഇതിലെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ആക്ടിങ് ചെയർമാനായിരുന്നു. പേപ്പറിൽ ഈ കല്ലറകളുടെ താക്കോൽ ഏതാണ്ട് ഒരു 1.5 വർഷം എൻ്റെ കസ്റ്റഡിയിലായിരുന്നു. സാറിന്റെ ഈ കല്ലറകൾ എപ്പോഴെങ്കിലും തുറന്നതായിട്ട് അറിയാമോ? സംശയം എന്താണ്? ബി കല്ലറ തുറന്നിട്ടില്ല എന്ന് പറയുന്നത് അസത്യമാണ്, അവാസ്തവമാണ്. അത് വിനോദ് റായിയുടെ റിപ്പോർട്ടിൽ തന്നെ 7 തവണ തുറന്നത് ഉത്രാടം തിരുനാൾ സൈൻ ചെയ്തിട്ടുണ്ട്. 97-നും 2002 ഒരു പീരീഡ് പറയുന്നുണ്ട്. 91-നും ഞാൻ പീരീഡ് ഞാൻ നോക്കിയിട്ട് പറയാം. ആ പീരീഡിൽ 7 തവണ തുറന്നതായിട്ട് പേന കൊണ്ട് ഒപ്പിട്ടിട്ടുണ്ട്. അഡീഷണലായിട്ട് 2 തവണ തുറന്ന കാര്യം പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബി നിലവറ തുറന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വേർഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി നിലവറ ഡബിൾ സ്റ്റോറീഡ് ആയിരുന്നു. ഈ ഡബിൾ സ്റ്റോറീഡ് ആയതുകൊണ്ട് ആ തുറന്ന ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അത് അയൺ സേഫിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു അയൺ സേഫ് അവിടെ ഉണ്ടായിരുന്നു. ഈ താക്കോൽ എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കള്ളൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തൊരു ഹിഡൻ ചേംബർ പോലെ ഒന്നുമില്ല. ഹിഡൻ ചേംബർ ഉണ്ട്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഇൻ ബിറ്റ്വീനിൽ ഒരു താക്കോൽ ഉള്ളതായിട്ട് എനിക്ക് തന്ന താക്കോലുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലാണെങ്കിലോ ഈ രണ്ടാമത്തെ താക്കോൽ? അല്ല, അങ്ങനെയാണെങ്കിൽ താക്കോൽ വേണമല്ലോ. അല്ല, ഈ ബി വോൾട്ടിൻ്റെ ഉള്ളിലാണെങ്കിലോ? ബി വോൾട്ടിൻ്റെ മുകളിലത്തെ നിലയിലെ താക്കോൽ ഉണ്ട്. ആ താക്കോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഞാനാണ്. താക്കോലുകൾ ഞാനാണ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അവർ ചാർജ് എടുത്തല്ലോ ഇതിൻ്റെ ചുമതലയായി. അതായത് ആദിത്യവർമ്മ തമ്പുരാൻ പ്രിൻസ് ഈ താക്കോലുകളെ സുപ്രീം കോടതിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അന്വേഷണം ചെയ്തപ്പോൾ അമിക്കസ് ക്യൂറിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അമിക്കസ് ക്യൂറിയാണ് അത് വേലായുധൻ നായർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. വേലായുധൻ നായർ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അമേരിക്കയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ആക്ടിങ് ചെയർമാനായിട്ട് വരുന്നത്. ആ സമയത്ത് എനിക്കും ഗോപാലകൃഷ്ണനും കൂടിയാണ് താക്കോൽ തരുന്നത്. ഗോപാലകൃഷ്ണൻ ക്ലവറായിട്ട് അവധി എടുത്തുകൊണ്ട് പോയി. ഞാൻ മാത്രം അവസാനം താക്കോൽ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ താക്കോൽ ഞാൻ ഏറ്റുവാങ്ങുന്നു. ആ ഏറ്റുവാങ്ങുന്ന താക്കോൽ ഞാൻ സുപ്രീം കോടതിയുടെ മുറിയിലുള്ള അയൺ സേഫിനകത്ത് വയ്ക്കുന്നു. ഓരോ താക്കോലും ഞാനപ്പോൾ നമ്പർ നോട്ട് ചെയ്ത് പരിശോധിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ബി കല്ലറയുടെ ഡൗൺ സ്റ്റേഴ്സ്, ഞാൻ പറയുന്നത് മിസ്കോട്ട് ചെയ്യരുത്, അതിൻ്റെ ഡൗൺ സ്റ്റേഴ്സിന് ഒരു താക്കോല് എനിക്ക് തന്ന താക്കോൽ കൂട്ടത്തിലില്ല. അവിടെ ഉണ്ടാവാമില്ല, അത് ഞാൻ പറയുന്നില്ല. ഉണ്ടാവാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അപ്പം ഞാൻ വീണ്ടും ഒരു അൺട്രൂത്ത് എനിക്ക് എക്സ്പോസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ അടുത്ത കാലത്തൊരു യൂട്യൂബിൽ ഞാൻ ജയകുമാറിൻ്റെ ഒരു
വീഡിയോ കണ്ടു. അദ്ദേഹം ഇതിൻ്റെ ഓഫീസറായിട്ട് ഈ കല്ലറകളൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. ഗവൺമെൻറ് ഓഫ് കേരളയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ നിധിയുടെ പ്രൈമറി അസസ്മെൻറ്റ് നടത്തുമ്പോൾ അദ്ദേഹമാണ് ആ ടീം ഹെഡായിരുന്ന ആൾ, കെ ജയകുമാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഞാൻ കണ്ടത്, ഈ ബി കല്ലറയുടെ ഡൗൺ സ്റ്റേഴ്സിലാണ് നമ്മുടെ പ്രധാന വിഗ്രഹത്തിൻ്റെ അടിവശം. അതുകൊണ്ട് അത് തുറക്കണ്ട എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ബി നിലവറയുടെ ഡൗൺ സ്റ്റേഴ്സ് അല്ല, അത് മരുവിക്കീഴ് തിരുവറ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അറയുടെ ഭാഗമാണ് അത്. എന്താണ് മരുവുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ മരുവുന്ന, ഭഗവാൻ നിലകൊള്ളുന്ന, ഭഗവാൻ വസിക്കുന്ന മരുവിക്കീഴ്. മരുവിക്കീഴ് എന്ന് പറയുന്നത് മരുവുന്ന സ്ഥലം ഏതാണ്? ശ്രീകോവിൽ. മരുവുന്ന സ്ഥലത്തിൻ്റെ കീഴിലുള്ള അറ, അതാണ് നമ്മുടെ ശ്രീകോവിലിൻ്റെ അടിവശത്തുള്ള ഡൗൺ സ്റ്റേഴ്സ്. അത് ഏതെങ്കിലും സമയത്ത് തുറന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി തുറന്നതായിട്ട് ഞാൻ റെക്കോർഡ്സിൽ കണ്ടിട്ടില്ല. ബി വോൾട്ടിൻ്റെ കാര്യത്തിൽ 7 തവണ തുറന്നതായിട്ട് റെക്കോർഡ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇൻവെൻട്രി നടത്തിയതായി അതിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രി ബി നിലവറയുടേതായിട്ട് മാത്രം നടത്തിയിട്ടില്ല. ഈ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ബി നിലവറ തുറന്ന് കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല എന്നാണോ? നമുക്ക് ഊഹിക്കാമല്ലോ. എ നിലവറയിൽ എന്തുണ്ടെന്ന് നമുക്കറിയാം, സി നിലവറയിൽ എന്തുണ്ടെന്നറിയാം, ഡിയിൽ എന്തുണ്ടെന്നറിയാം, ഇയിൽ എന്തുണ്ടെന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിയിൽ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഡിയിലാണ് ഏറ്റവും മിസ്റ്റിസിസം നിറഞ്ഞിരിക്കുന്ന ഒരു കലവറ. അതിനകത്ത് അതുപോലെ ഈ പറഞ്ഞ ഇതില് 2 അറ ഉണ്ടെന്ന് പറയുന്നു. സാറ് പറഞ്ഞ അതിന് ഒരു താക്കോലേ ഉള്ളൂ, മറ്റു താക്കോല് അങ്ങനെ ഉള്ളതായിട്ട് അറിയില്ല. പക്ഷെ ഇവരൊക്കെ ബേസിക്കലി അതിനെപ്പറ്റി എല്ലാരും പറഞ്ഞു കേൾക്കുന്നത് നാഗബന്ധം തൊട്ട് പൂട്ടിയ ആണ് രണ്ടാമത്. അതൊക്കെ നമുക്ക് തെലുങ്ക് സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാഗബന്ധവും അതുപോലെ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അല്ലാണ്ട് കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ നിധിയെ പറ്റി പണ്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. കാരണം 1931-32 കാലത്ത്, അത് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹം അവിടെ ഒരു ഇൻവെൻട്രി അദ്ദേഹം ഈ പറയുന്ന പോലെ നിലവറകളുടെ എല്ലാം എടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ബി എടുത്തിരിക്കണം. കാരണം 1932 അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ എടുത്തു എന്നുള്ള കാര്യം അന്ന് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്ന് നസ്രാണി ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്ന് സർവീസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല പത്രങ്ങളും വന്ന്. അന്ന് മാത്രമല്ല, എമിൽ ഗിൽ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ലേ? ഈ സുപ്രീം കോടതി വളരെ പറയുമ്പോൾ ജഡ്ജസ് മാറി മാറി വരും. അപ്പോൾ ഒരു ജഡ്ജസ് വളരെ ആദ്യ സമയത്തൊക്കെ ഇത് ഭയങ്കര തീവ്രമായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ഈ കേസിൻ്റെ വാദവും പ്രതിവാദവും ഒക്കെ കേട്ട് ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ്. ഇൻസിഡൻ്റലി പറയട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി, ഒഫീഷ്യൽ ഹിസ്റ്ററി എഴുതിയ ആൾ ഞാനാണ്, കോടതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ കോടതിയിൽ എൻ്റെ ഒരു ഹിസ്റ്ററി കോട്ട് ചെയ്തിട്ടാണ് രാജകുടുംബത്തിന് അനുകൂലമായ വിധിയിൽ ഈ ഹിസ്റ്ററി കോട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കോട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പറയട്ടെ, 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ എഴുതി, ക്ഷേത്രത്തിന് വേണ്ടി എഴുതി. അത്രയ്ക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു വെൽഫെയർ, അതിനെപ്പറ്റി ഒരു അഭിമാനമുള്ള ആളെന്ന നിലയിൽ എഴുതി. എൻ്റെ പേരാണ്, പക്ഷെ ഞാൻ മാത്രമായിട്ടല്ല, എനിക്ക് ലീഗൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. എനിക്ക് ലീഗൽ ടേംസ് അറിയില്ലല്ലോ. അപ്പോൾ ഞാനും വക്കീലും വേറൊരു ഹിസ്റ്റോറിയനും കൂടി ചേർന്നാണ് വാസ്തവത്തിൽ ഇത് എഴുതിയത്. 3 പേര് ചേർന്നാണ് ഈ ഹിസ്റ്ററി തയ്യാറാക്കി, എൻ്റെ പേരിലാണ്. സാറ് പറഞ്ഞതിൽ ഒരു സംശയമാണ്. അതായത് സാറ് പറഞ്ഞു ബി ചേംബർ, അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. ഈ ജഡ്ജസ് പിന്നെ പല ജഡ്ജസ് മാറി മാറി വരും. അവസാനം വന്ന ജഡ്ജസിന് ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് വിധി പ്രഖ്യാപിച്ച് തലയുരിയാൽ മതി എന്നുള്ള ഒരു നിലയിലെത്തി. കാരണം കോടതി കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നു. പിന്നെ വാർത്തകളാണെങ്കിൽ, പത്രങ്ങളാണെങ്കിൽ കൊടുക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്താണ്? അപഹരണം നടന്നു, അതിലാണ് കേസ് വരുന്നത്. എങ്ങനെയാണ് അപഹരണം നടക്കുന്നത്? ഡോക്യുമെൻറ്റേഷൻ.
വിനോദ് റോയ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1100 കൂടുതൽ 1200 താഴെ കലശക്കുടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ക്യാരറ്റ് എത്രയാണെന്ന് പറയുന്നില്ല, പക്ഷേ പ്യുവർ ഗോൾഡ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതേസമയത്ത് അതിൽ നിന്ന് ഇപ്പോൾ ആണെങ്കിൽ ഏതാണ്ട് 300 അല്പം കൂടുതൽ കുടങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള കുടങ്ങൾ മുഴുവൻ എടുത്ത് എന്തിനാണ്? സ്വർണം പൂശാനായിട്ട്, തകിടുണ്ടാക്കാനായിട്ട്. വിനോദ് റോയ് പറയുന്നത് സ്വർണം പൂശാനും തകിടുണ്ടാക്കാനും ഇത്രയും കലശങ്ങളുടെ സ്വർണം ആവശ്യമില്ല. ഇതാണ് വിനോദ് റോയിയുടെ പ്രധാനമായിട്ടുള്ള റിപ്പോർട്ടിലെ ഫൈൻഡിങ്. ആ ഇഷ്യൂ ആണ് കോടതിയിലും വരേണ്ടിയിരുന്നത്. ഇപ്പോഴും കോടതിയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ബി നിലവറയായിപ്പോയി. പിന്നെ അവിടെ സർപ്പമുണ്ടോ യക്ഷിയുണ്ടോ, അവിടെ പോയപ്പോഴത്തേക്കും റിട്ടയർഡ് ജഡ്ജിൻ്റെ കാല് മുറിഞ്ഞോ കൈ മുറിഞ്ഞോ നഖം കൊണ്ടോ, ഇതൊക്കെയായി ചർച്ച. ആളുകൾക്ക് എപ്പോഴും സെൻസേഷണൽ ഇവൻ്റായിരുന്നു. നേരെ മറിച്ച് പാശ്ചാത്യ പത്രങ്ങൾക്ക് ഇതായിരുന്നില്ല. അന്ന് പത്രങ്ങളൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ എടുക്കാനും സംസാരിക്കാനുമായിട്ടും എൻ്റെ അടുത്ത് വരുന്ന അന്ന് ഞാനിങ്ങനെ ഒരു പിന്നെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ വന്നിരുന്നു. അവർ കൃത്യമായിട്ട് ഇതിനകത്തെ അസറ്റ്സിനെ പറ്റിയായിരുന്നു. നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ പറയുന്നത് $3 trillion വർത്ത് അവിടുത്തെ അസറ്റ്സിനുണ്ടെന്നാണ്. ഞാൻ വിയോജിക്കുന്നു. അത്രയില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എത്ര ഉണ്ടാവാം അത് പറയാനൊക്കെയില്ല. കാരണം എന്താ വെച്ചാൽ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ അന്നത്തെ ഒരു മുമ്പിലുള്ള മാനദണ്ഡം ഇതിൻ്റെ വാല്യൂ ചെയ്യുകയല്ല. ഒരു കാര്യം പറയാം, ഇതിൻ്റെ ആക്ച്വൽ ഗോൾഡ് വാല്യൂവും ആക്ച്വൽ ജുവൽ വാല്യൂവും തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വെനീഷ്യൻ ഡ്യൂക്കറ്റ്സ് അവിടെയുണ്ട്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡ്യൂക്കറ്റ്സ് ഉണ്ട്, അതിന് ഗോൾഡ് വാല്യൂ അല്ലല്ലോ. അതുപോലെ തിരുവിതാംകൂറിൻ്റെ കലിയൻ പണമുണ്ട്, ചാക്കുകളിൽ കെട്ടിവെച്ചിട്ടുണ്ട്, അതിന് ഗോൾഡ് വാല്യൂ അല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ രത്നങ്ങളുണ്ട്. ഇപ്പം അതിലൊരു രത്നത്തിൻ്റെ ക്യാരറ്റ് നമ്മൾ നോക്കിയിട്ടില്ല. ചിലപ്പം നോക്കി വരുമ്പോഴത്തേക്കും കോഹിന്നൂർ രത്നത്തിൻ്റെ അത്രയും വാല്യൂ ഉള്ളതാണെങ്കിലോ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ കടം തീർക്കാൻ ഒരു രത്നം കൊടുത്തു ആ പലതരത്തിലും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അത് പറയാനാണെങ്കിൽ 1 മണിക്കൂർ അതിനെപ്പറ്റി തന്നെ, അവിടുത്തെ ആഭരണങ്ങളെ പറ്റി തന്നെ നമുക്ക് പറയാം. സർ, ഇത് ഏത് പീരീഡിലാണ് ഈ നിക്ഷേപിക്കപ്പെട്ടത് എന്ന് ചരിത്രകാരനിലേക്ക് പറയാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അസറ്റ്സ് അവിടെ എത്തിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ശത്രു രാജ്യങ്ങൾ പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള ട്രഷറികളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഈ മേജർ പോർഷൻ. എന്ന് പറഞ്ഞാൽ ദേശിങ്ങനാട്, കായംകുളം, തെക്കൻകൂർ, വടക്കൻകൂർ എന്ന് പറയുന്ന കരപ്പുറം, ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് ഉണ്ട്. ഇന്നത്തെ തിരുവിതാംകൂർ, കൊച്ചി വരെയുള്ള സ്ഥലത്തെ അസറ്റ്സ്. ഇത് കൂടാതെ അന്ന് റോയൽ വിസിറ്റ് ആരെങ്കിലും നടത്തുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് റോയൽ വിസിറ്റ് നടത്തുകയാണെങ്കിൽ അവർ പത്മനാഭന് കാണിക്കയിടും. അപ്പം സാമൂതിരി കാണിക്കയിട്ടിട്ടുണ്ട്, കൊച്ചി രാജാവ് കാണിക്കയിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരു കുതിരക്കച്ചവടക്കാരൻ, അയാളൊരു മുസ്ലിമാണ്, അയാൾ കാണിക്കയിട്ടിട്ടുണ്ട്. തച്ചിൽ മാത്തൂത്തരകൻ ക്രിസ്ത്യനാണ്, അയാൾ കാണിക്കയിട്ടിട്ടുണ്ട്. രാജാക്കന്മാരിലെ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണിക്കയിട്ടിട്ടുള്ളത് സ്വാതി തിരുനാളാണ്. സാറ് പറഞ്ഞാൽ എൻ്റെ ഒരു സംശയമാണ്. അതായത് സാറ് പറഞ്ഞു ബി ചേംബറിന്റെ ഒരു താക്കോല് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ചേംബർ ഉണ്ട്, പക്ഷെ ആ താക്കോല് കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അതെ. അപ്പം ആ സീക്രട്ട് ചേംബർ സീക്രട്ട് ആയിട്ട് ഇരിക്കാനാണല്ലോ തീർച്ചയായിട്ടും ആ താക്കോല് വരാത്തത്. അല്ല, സീക്രട്ട് ചേംബർ അതിൻ്റെ താക്കോലേ ഇല്ലെങ്കിലോ? അല്ലല്ല, ഞാൻ പറയട്ടെ, അവിടെ നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചൊരു കാര്യം കൂടി എനിക്ക് പറയേണ്ടി വരും. അവിടുത്തെ ട്രഷററെല്ലാം കൺഫസ് ചെയ്തിട്ടുണ്ട്. ആ കൺഫസ് ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. ആ ട്രഷറർ എന്ന് പറഞ്ഞാൽ മുതൽപ്പിടി. ആ മുതൽപ്പിടി എന്ന് പറയുന്നയാൾ ആര് എവിടെ നിന്ന് എന്തെല്ലാം എടുത്തു എന്ന് അമിക്കസ് ക്യൂറിയുടെ മുമ്പിൽ കൺഫസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചു സത്യത്തിൽ. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഒരു സസ്പെൻഷനായിട്ടിരിക്കട്ടെ. അപഹരണം നടന്നു, ഞാൻ അത്രയും പറയാം. കൺഫെഷനിൽ പറഞ്ഞിരിക്കുന്നത് അപഹരണം നടന്നു, ഇൻക്ലൂഡിങ് ബി. രാജകുടുംബം അങ്ങനെയല്ല, അവിടെ അതിനകത്ത് അദ്ദേഹം അന്നത്തെ ഓഫീസറുടെ പേരാണ് പറയുന്നത്. അന്നത്തെ 98 എന്ന് പറയുന്നൊരു വർഷവും അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ ആ വർഷം സംഭവങ്ങൾ നടന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇതിനേക്കാളും വലിയ അപഹരണങ്ങൾ ഉണ്ട്. മാത്രമല്ല, ഈ അപഹരണം നടക്കുമ്പോൾ രാജകുടുംബം വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ സ്വത്താണെന്നാണ്. ഞാൻ ഒന്നും കൂടി വിശദമാക്കാം. ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണെന്നായിരുന്നു അവരുടെ വിചാരം. ഇത് പബ്ലിക് ട്രസ്റ്റാണെന്ന് അവരും തിരിച്ചറിയുന്നത് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ്. അപ്പോൾ ഇത് അറിയാതെ ചെയ്തെന്നാണ് തോന്നുന്നത്. അറിയാതെ ചെയ്തതാണ്, അത് ഞാൻ പറയും. അതായത് ഇപ്പോഴത്തെ ക്ഷേത്രസ്ഥാനീയനായ മൂലം തിരുനാൾ രാമവർമ്മയാണ് ആദ്യമായിട്ട് ഇതൊരു പബ്ലിക് ട്രസ്റ്റാണെന്ന് പറയുന്നത്. അതുവരെ രാജകുടുംബ അംഗങ്ങൾ വിചാരിച്ചിരുന്നത് ഇത് പ്രൈവറ്റ് ട്രസ്റ്റാണെന്ന്. അപ്പം ഞങ്ങളുടെ ആണെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്വത്ത് ഗവൺമെൻറ് എടുക്കുന്നതിന് പകരം ഞങ്ങളത് നല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ. VS അച്യുതാനന്ദൻ റേസ് ചെയ്ത വളരെ ഫേമസ് ആയിട്ടൊരു അലിഗേഷൻ അറിയാമായിരിക്കും. അതില് ഒരു ചരിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതൊക്കെ പറയാം. അദ്ദേഹം ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ടാണ്. അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തെ പറ്റി ഒന്നും അറിയില്ല, അമ്പലത്തിൻ്റെ ആചാരങ്ങളെ പറ്റി അറിയില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ റെഡിക്കുലസ് ആയ ഒരു കാര്യം, പായസത്തിനകത്ത് രക്തം കൊണ്ടിട്ടു എന്നുള്ളത്. പായസത്തിനകത്ത് രക്തം കൊണ്ടിട്ടിട്ടൊന്നും അല്ല അവിടുന്ന് പോയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ശരിയായിരുന്നു. ആണ്, അതായത് പായസത്തിലൂടെ പോയി എന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു സ്പിരിറ്റിൽ അത് ശരിയാണ്. അതിൻ്റെ സ്പിരിറ്റിനകത്ത് ശരിയുമുണ്ട്. സർ, പിന്നെ ഈ ഒരുപാട് അലിഗേഷൻസ് ഇപ്പം തന്നെ ഈ അടുത്ത കുറച്ച് കാലമായിട്ട് ഇപ്പോഴത്തെ തായ്വഴികൾ അവർ ഒരുപാട് പോപ്പുലർ ആവുന്നുണ്ട്. ദേ ആർ എക്സ്പ്ലെയിനിങ് ട്രാവൻകൂർ ഹിസ്റ്ററി. ആൻഡ് അവർ അതിന്റെ മറു സൈഡും പറഞ്ഞു. മനു എസ് പിള്ളയുടെ ബുക്കിന് കൗണ്ടർ ആയിട്ടൊരു ബുക്കും വന്നു. അതിൽ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് അസാസിനേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ, ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ ഹി വാസ് ഓൾസോ സബ്ജക്റ്റഡ് ടു ആൻ അസാസിനേഷൻ അറ്റംപ്റ്റ് എന്നാണ്. സാധ്യത കുറവാണ്. അല്ല, ആ ബുക്കിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട് ആ ഭാഗം വായിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യത കുറവാണ്. ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ പറയാൻ എനിക്ക് കഴിയില്ല. അതിനുള്ള സാധ്യത കുറവെന്ന് പറയാൻ കാരണമുണ്ട്. വെൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു അന്ന് രാജകുടുംബം. അല്ല, ഇൻസൈഡർ ഒരാളാണ്. അലിഗേഷൻസ് ആർ പോയിന്റിംഗ് ടു റീജൻ മഹാറാണിയുടെ. അതെ, ഹസ്ബൻഡിനെയാണ്. അത്രയും അങ്ങോട്ട് ചിന്തിക്കാൻ അവരെ അദ്ദേഹം അംബിഷ്യസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മാൻ ആയിരുന്നു. പക്ഷേ ഇതൊരു അമ്മയുടെ ഭീതിയാവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞ വാക്കറിയാവില്ല, ഒരു അമ്മയുടെ അൺനെസസറി ആയിട്ടുള്ള. പക്ഷേ സർ, അവിടെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, എസ്പെഷ്യലി ദ വൺ ഹൂസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് ട്രാവൻകൂർ ഹിസ്റ്ററി, എന്തായാലും പവർ ട്രാൻസ്ഫർ ഒരിക്കൽ വരും. ചിത്ര തിരുനാൾ മഹാരാജാവ് വെൻ ഹി കംസ് ഓഫ് ഏജ്, റീജൻ മഹാറാണി വുഡ് ഹാൻഡ് ഓവർ ഇറ്റ്. പിന്നെ എന്തിനാണ് ഒരു അവിടെ ഒരു സ്പർദ്ധ? അങ്ങനെയല്ല. അന്നത്തെ ആ ഒരു റൈവൽറി എല്ലാ പരിധിയും ലംഘിച്ചു പോയി. പരിധി ലംഘിച്ചിട്ട് ചിത്ര തിരുനാൾ ഒരു നോർമൽ പേഴ്സൺ അല്ല എന്നായിരുന്നു ഇവിടുന്ന് അയച്ച കത്ത്. ആര്? റീജൻ റാണിയുടെ ഭർത്താവ്. അപ്പം നോർമലായിട്ടുള്ള ഒരാളിന് ബ്രിട്ടീഷ് ക്രൗൺ കൊടുക്കില്ല. മാനസികമായി സൗണ്ട് ഹെൽത്ത് ഇല്ലാത്ത ഒരാളിനെ അധികാരം കൈമാറ്റം ചെയ്യില്ല. അപ്പോൾ പ്രൊലോങ് ചെയ്തിട്ട് റീജൻ റാണിക്ക് ഭരിക്കാൻ പറ്റും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നോ എനിക്കറിഞ്ഞുകൂടാ. അബ്നോർമലായ ഒരാൾക്ക് കൊടുക്കില്ല. അബ്നോർമൽ. എന്നിട്ട് അതിന് കാരണം കൂടി പറഞ്ഞു. ചിത്ര തിരുനാളിൻ്റെ അച്ഛൻ മാഡായിരുന്നു, ഭ്രാന്തനായിരുന്നു. അല്ല, എന്തോ അദ്ദേഹത്തിന് ചില അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു ചില പെരുമാറ്റത്തിൽ. പക്ഷെ അദ്ദേഹത്തിന് ഭ്രാന്തിനെ ചികിത്സിച്ചു. ആര്? അമ്മ മഹാറാണി. അദ്ദേഹത്തെ ഭ്രാന്തനാക്കി. അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആളുകൾ എന്നോട് വളരെ ദുഃഖകരമായ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ രാജാവാണ് കേട്ടോ, ഞാനിങ്ങനെയൊക്കെ കിടക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ വെറും ഒരു, നിങ്ങൾ വിചാരിക്കും ഒരു കിളവനാണെന്നല്ല, ഞാൻ രാജാവിൻ്റെ അച്ഛനാ, മോള് വാ എന്ന് പറഞ്ഞിട്ട് ജനലിൻ്റെ അഴിയിൽ കൂടി ഒരു മിഠായി കൊടുക്കുന്ന ആ രാജപിതാവിൻ്റെ ദയനീയ ചിത്രമെന്ന് ആലോചിച്ച് നോക്കൂ. ആരും എഴുതിയില്ല, ഒരു പത്രങ്ങളും എഴുതിയില്ല. അത്രയ്ക്ക് ക്രൂരയായിരുന്നു അമ്മ മഹാറാണി. ആയിരുന്നു.
പിന്നെ അവരെ ഇപ്പൊ വൈറ്റ് വാഷ് ചെയ്യണ എന്തിനാണ് ഇപ്പോഴത്തെ രാജകുടുംബം? അതെനിക്കറിഞ്ഞുകൂടാ. എനിക്കിപ്പം പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരാളിനെ വൈറ്റ് വാഷ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യാം, അത് വേറെ കാര്യം. ചരിത്രം അല്ലല്ലോ, ഈ ബ്ലഡ് റിലേഷനല്ലേ വലുത്. അല്ല, പൊതുവെ ഒരു കാര്യമുണ്ട്, ഹിസ്റ്ററി ലിബറേറ്റഡ് എന്നല്ല പറയേണ്ടത്. ആ പുസ്തകത്തിൻ്റെ പേര് ഹിസ്റ്ററി ലിബറേറ്റഡ് എന്നല്ല, ഹിസ്റ്ററി ട്വിസ്റ്റഡ് എന്നാണ് കൊടുക്കേണ്ടത്. അത് ട്വിസ്റ്റ് ചെയ്തൊരു ഹിസ്റ്ററിയാണ്. സർ, ഇതുവരെ സംസാരിച്ചത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, സാധാരണ തിരുവനന്തപുരത്തുള്ളവർ പ്രത്യേകിച്ചും നായന്മാർ ഭയങ്കര റോയലിസ്റ്റുകളാണ്. സർ അതിനൊരു ടോട്ടലി ഡിഫറെന്റ് ഒരു അങ്ങനെയല്ല. അങ്ങനെ ഞാൻ തിരിച്ചും പറയാം. അന്നും ഒരു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇല്ലായിരുന്നോ? ഹി ബിലോങ് ടു നായർ കമ്മ്യൂണിറ്റി അല്ലേ. ഒരു കേസരി ബാലകൃഷ്ണപിള്ള ഇല്ലായിരുന്നോ? വായിച്ചിട്ടുണ്ടോ ബാലകൃഷ്ണപിള്ളയുടെ എഡിറ്റോറിയൽസിൽ? അദ്ദേഹം ചിത്തിരതിരുനാളിനെ പൊന്നുതമ്പുരാൻ എന്ന് പറയത്തില്ല, ഹൈനസ് എന്ന് പറയില്ല, ചിത്തിരതിരുനാൾ എന്നും പറയത്തില്ല, ബാലരാമവർമ്മയെന്നേ പറയുള്ളൂ. അനവധി തവണയിൽ കേസരി മാസികയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണപിള്ളയുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട്, കേസരി ബാലകൃഷ്ണപിള്ളയുണ്ട്. അതുപോലെ എത്രയോ ആളുകളെ വാസ്തവത്തിൽ ഇവരെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരുന്നു. ഞാൻ നിങ്ങൾക്കറിയാത്ത ഒരുപാട് പേരുകൾ പറയാം. കേരള കൗമുദിയിൽ ഒരു വിജയരാഘവൻ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിരുന്നു, പക്ഷേ പബ്ലിഷ് ചെയ്തിരുന്നില്ല. കാരണം കേരള കൗമുദിക്ക് പബ്ലിഷ് ചെയ്യാനൊക്കെയില്ല, ചെയ്യില്ല. അതുപോലെ മാതൃഭൂമിയിൽ ഇതുപോലെ ഇവരുടെയൊക്കെ എക്സ്പോസ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ഒരു KVS ഇളയതെന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പലതും എക്സ്പോസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവർ അതൊക്കെ അല്ലെങ്കിൽ സെൻസർ ചെയ്ത് കളയും. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നുവെങ്കിൽ എനിക്കും ചിലപ്പോൾ ഇതൊന്നും എഴുതാൻ അന്ന് കഴിയുമായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റിൻ്റെ പരാധീനതയെ പറ്റിയാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്. സർ, എൻ്റെ തുടർച്ചയായി തന്നെ ചോദിക്കട്ടെ, ഈ ഈവൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ പോലും തിരുവനന്തപുരത്തിന് ഈ കൊളോണിയൽ ഹാങ് ഓവർ അല്ല ഉള്ളത്, ഈ ട്രാവൻകൂർ ഫാമിലിയോടുള്ള ഒരു അഫിനിറ്റി എന്ന് പറഞ്ഞുകൂടെ, വിധേയത്വം അല്ലെങ്കിൽ ഈ അതിലൊരു അഭിമാനം. വളരെ ശരിയാണ്, അതാണ് വാക്ക് പറഞ്ഞാൽ, അതാണ് വാക്ക്. അത് വരാനുള്ള കാരണം എന്താണ്? അവരുടെ ഒരു ഈ പെരുമ പറഞ്ഞു പരത്തിയത് കൊണ്ടാണോ? ഞാൻ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഞാനും ഇത് ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കുമെന്ന്. ഇടക്കാലത്ത് ഈ ചിത്തിരതിരുനാളിൻ്റെയൊക്കെ ഗ്രാഫ് താഴോട്ട് പോയിരുന്നു. പക്ഷെ വീണ്ടും അത് ഗ്രാഫ് മുകളിലോട്ട് വരാനുള്ള പ്രധാന കാരണം പത്രങ്ങളാണ്. മന്ത്രിമാരുടെ അഴിമതി, സ്വജനപക്ഷപാതം, അഹങ്കാരം, കാറിലുള്ള മത്സര ഓട്ടം, സ്പീഡ്, വേഗത, സ്വന്തം മക്കളെ നോക്കാനായിട്ടും അവരെ ഒരു പൊസിഷനിലെത്തിക്കാനുമുള്ള വ്യഗ്രത. അപ്പോൾ ഈ രാജാവ് എത്ര മഹാനായിരുന്നു, രാജർഷിയായിരുന്നു എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കുന്നതിന് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയും കാരണമായിരുന്നു. ആ സ്വഭാവശുദ്ധിയും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അല്ല, ട്രാവൻകൂറിന്റെ ഒരു പ്രോഗ്രസീവ്നെസ്സും കാരണം KSRTC മുതൽ. അതെ, തീർച്ചയായിട്ടും ചോദിച്ചത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായി ആരംഭിച്ച സൗത്ത് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ് ട്രാവൻകൂറാണ്. സ്ത്രീകൾക്ക് അടിമ സമ്പ്രദായത്തിനെ, അടിമത്വം ഇല്ലാതാക്കിയത് ട്രാവൻകൂറാണ്. 3 ഊഴിയ വേല നിർത്തി. അതുപോലെ ഓല വീടുകൾക്ക് പകരം ഓടിട്ട വീടുകൾ പണിയാനായിട്ട് അനുവാദം കൊടുക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ അനുവാദം കൊടുക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് സർവകലാശാല വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഹോസ്പിറ്റൽ നടക്കുന്ന പല കാര്യങ്ങൾ. സ്വാതി തിരുനാളിൻ്റെ കുഞ്ഞമ്മയാണ് ആദ്യമായിട്ട് വാക്സിനേറ്റ് ചെയ്തത് തമ്പുരാട്ടി, പ്രിൻസസ് സ്വാതി തിരുനാളിൻ്റെ അമ്മ വാക്സിനേറ്റ് ചെയ്തില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരല്ലേ, 2 വശവും ഉണ്ട്. അപ്പം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ ചെറിയ പോരായ്മകൾ പറയുന്നെങ്കിലും ആകെപ്പാടെ ഈ രാജകുടുംബത്തിൻ്റെയും ഇവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയും ജനങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാക്കുക ഈ തലമുറയ്ക്ക് എന്നാണ്. ഞാൻ പക്ഷേ ഇവരുടെ വൈതാളികനല്ല, ഞാൻ സ്തുതിപാഠകനല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുസ്തകം ആരും വായിക്കില്ല.
ഇപ്പം മനൂപിള്ളയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും മനൂപിള്ള ഒരു ആരും അറിയാത്ത ഒരു റീജൻറ്റ് റാണി ഒരു ബാംഗ്ലൂരിലെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞതിനെ പറ്റി നാടകീയമായിട്ട് എഴുതിയത് കൊണ്ടാണ്. വാസ്തവത്തിൽ ലക്ഷ്മി രഘുനന്ദൻ നേരത്തെ എഴുതി, ആരും ശ്രദ്ധിച്ചില്ല. മനൂപിള്ള എഴുതി, അപ്പോൾ ശ്രദ്ധിച്ചു. അപ്പം ഞാനും മനൂപിള്ള പറഞ്ഞത് മാത്രമല്ലല്ലോ, എനിക്കും സ്വന്തമായ കാര്യങ്ങൾ പറയണമല്ലോ. അതുകൊണ്ടാണ് മനൂപിള്ള പറയാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ കാര്യം, അതിൽ ചിത്രതിരുനാൾ എടുത്തത്. അമ്മ മഹാറാണിയുടെ ഒരു റോള്, അതേസമയത്ത് അവരുടെ പുസ്തകം വായിക്കുന്ന ആളായിരുന്നു, നല്ല വൈണിക വീണ വായിക്കുന്ന ആളായിരുന്നു, നിശ്ചയദാർഢ്യമുള്ള ആളായിരുന്നു. ഞാൻ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞതിൽ തന്നെ ഈ ഉടവാളുമായിട്ട് പത്മനാഭ ആറാട്ടിന്റെ മുന്നിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ നമ്മുടെയൊക്കെ ഓർമ്മയിൽ. ഈ 21 അതൊരു ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്കാണ് താങ്കളോടുള്ള ചോദ്യം. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരം മാമൂലുകളൊക്കെ പിന്തുടരേണ്ട ആവശ്യമുണ്ടോ, അതോ അതൊരു ആചാരത്തിന്റെ ഭാഗമായത് വേണമെന്നാണോ എന്ന് കരുതുന്നത്? ഞാനിതിനെ അന്ധവിശ്വാസത്തിൻ്റെ അതിനകത്ത് ഈ ആചാരം നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ പ്രളയം ഉണ്ടാവുമെന്നോ കടലെടുക്കുമെന്നോ ഒന്നും വിചാരിക്കുന്നില്ല. പക്ഷേ ഇത്തരം ചില ആചാരങ്ങൾക്ക് പുരാവൃത്തവുമായിട്ട് ബന്ധമുണ്ട്. ചില പുരാവൃത്തങ്ങൾ ഇന്നും തുടരുന്നതിനകത്ത് ഒരു ഭംഗിയാണ്, ഒരു കാവ്യമുണ്ട്, കാവ്യമാധുര്യമോ ഒരു പൊയറ്റിക് ബ്യൂട്ടി അതിനകത്ത് ഞാൻ കാണുന്നു. സർ, വേറൊരു സംശയം. ഈ തിരുവിതാംകൂർ രാജവംശത്തിലുള്ള അവരുടെ ആയുസ് പലരുടെയും വളരെ ഒരു 30s-ലും 40s-ലും മരിച്ചു പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണോ? അതെ, അതിന് പല കാരണങ്ങളും ഉണ്ട്. ഇപ്പം മാർത്താണ്ഡവർമ്മയ്ക്ക് തൊട്ട് മുമ്പ് 2 ആളുകൾ മരിക്കുന്നുണ്ട്. 2 പേരും വസൂരി വന്ന് മരിക്കുകയാണ്. പക്ഷേ ഹിസ്റ്റോറിയൻസിന് അറിയാം അത് വസൂരി വന്നല്ലെന്ന്. അതുപോലെ ബാലരാമവർമ്മ മരിക്കുന്നത് ഒരു ഡയറിയ, വയറിളക്കം വന്നിട്ടാണ്. ആ ഡയറിയ ചിലപ്പോൾ പോയിസൺ കഴിച്ചിട്ടും ആകാം. പക്ഷെ അതിനെപ്പറ്റിയൊന്നും നമുക്ക് അവസാന വാക്ക് പറയാൻ പറ്റുകയില്ല. നേരത്തെ അതൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ള മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ചിത്രതിരുനാളിലെ ഞാൻ ഒരിക്കലും ശംഖുമുഖത്തേക്ക് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ച. അപ്പോൾ ഒരു ആള് കള്ളു കുടിച്ചിട്ടാവാം, എടാ ബാലരാമ ഈ വേഷം കെട്ടൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഈ വാളു പിടിച്ചുള്ള പോക്ക്. ഉടനെ അദ്ദേഹം അക്ഷോഭ്യനായിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നാടകീയമായി ഒന്ന് നോക്കി. അയാളുടെ വായി അടുത്ത് നിന്ന് 2-3 ആളുകൾ പൊത്തിപ്പിടിച്ചു. പിന്നെ ഞാൻ കാണുന്നത് അയാളെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയോടുകൂടി ആ ഭാഗത്ത് നിന്ന് സ്ത്രീകൾ കൊരവിടുകയും ചെയ്തു. സോ സ്പോണ്ടേനിയസ്. അപ്പോൾ ചിത്രതിരുനാളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് തിരുവനന്തപുരത്ത് ഉണ്ട്. അതിൽ തെറ്റുമില്ല. കാരണം എന്തുകൊണ്ടാണ് അവർ പകരം കാണുന്നത് ഈ ചീറിപ്പായുന്ന പരമാവധി വേഗത്തിൽ പോകുന്ന മന്ത്രിമാരെയാണ്. സ്വന്തം മക്കൾക്ക് ഒരു നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുന്ന മന്ത്രിമാരെയാണ്. ഏത് വിധത്തിലും പണം ഉണ്ടാക്കാൻ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കമ്മീഷൻ വാങ്ങിക്കുന്നവരെയാണ് കാണുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ എത്രയോ വ്യത്യസ്തനാണ് ചിത്രതിരുനാളെന്ന് തോന്നുകയാണ്. ആസ് എ ഹിസ്റ്റോറിയൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന ഒരു എപ്പിസോഡ്, ഏറ്റവും ക്രൂഷ്യൽ ഒരു എപ്പിസോഡ് ഏതായിരിക്കാം? പലതും പറയും. ഇപ്പം ടിപ്പുവിൻ്റെ ഇൻവേഷൻ, റീസെന്റ് ഹിസ്റ്ററി വെച്ചിട്ടാണ് പറയുന്നത്. ടിപ്പുവിൻ്റെ ഇൻവേഷൻ അതിലൊന്നാണോ? തീർച്ചയായിട്ടുമാണ്. ടിപ്പുവിൻ്റെ ഇൻവേഷൻ ഒരു കലക്കലുണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യങ്ങളും സംഭവിച്ചു. നല്ല റോഡുകളുണ്ടായി. നമുക്ക് അതിന് മുമ്പ് കാര്യമായ റോഡുകളുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഗതാഗതം ഇല്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ യാത്രകൾ മുഴുവൻ ഈ പറഞ്ഞതുപോലെ നദികളും പുഴകളും കായലുകളും വഴിയായിരുന്നു. PK ബാലകൃഷ്ണൻ നമുക്ക് റോഡുകളേ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളൊരു പ്രിമിറ്റീവ് ലൈഫാണെന്ന് പറയുന്നത് തെറ്റാണ്. മാത്രമല്ല, ഒരു ആർമിയെ വേണമെന്നുള്ളത് ടിപ്പു സുൽത്താൻ പഠിപ്പിച്ചു. മറ്റേത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളിനോട് വരാൻ പറയുമ്പോൾ, യുദ്ധത്തിന് വരുമ്പോൾ വരാൻ പറയുമ്പോൾ വരിക എന്ന് മാത്രമേ ഉള്ളൂ. നായർ പടയാളി എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് താമസിക്കുന്നതില്ല. അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. സമയം വരുമ്പോൾ അവർ വരുന്നേ ഉള്ളൂ. ആ സമ്പ്രദായം ഇനി പാടില്ല എന്ന് ടിപ്പു നമ്മളെ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഈ
യുദ്ധം എന്ന് പറയുന്നത് ഈ ധർമ്മയുദ്ധമൊന്നുമല്ല എന്നുള്ളത് അത് നമുക്ക് മാർത്താണ്ഡവർമ്മയാണ് ആദ്യം പഠിപ്പിച്ചത്. മറവപ്പട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂലിക്കായ്ക്ക് പട്ടാളക്കാരെ എടുത്തു. പിന്നെ ഇവിടെ കുതിരപ്പട്ടാളത്തിന് അത്ര കുതിരകൾക്ക് ഇവിടുത്തെ മൺസൂൺ 2 മഴക്കാലം ഉള്ളത് കൊണ്ട് കുതിരകൾക്ക് നല്ല ക്ലൈമറ്റ് അല്ല. പക്ഷെ നമുക്ക് കുതിരപ്പട്ടാളം വേണം എന്നുള്ളത് മാർത്താണ്ഡവർമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ടിപ്പുവിൻ്റെ സംഭവം വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് നടന്ന പിന്നെ എന്താണ് ഈ ചേരമാൻ പെരുമാൾ മക്കയിൽ പോയി എന്നത് ശരിയാണെങ്കിൽ ആ സംഭവം ഒരു വലിയ എപ്പോക്ക് മേക്കിംഗ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടുള്ള നിരന്തര യുദ്ധങ്ങളിൽ സാമൂതിരി അടിയറവ് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് വേണമെങ്കിൽ പറയാം. കൊച്ചിയിൽ പോർച്ചുഗീസുകാരെ ഒരു കോട്ട കെട്ടിയതിനെ വലിയ സംഭവമായിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ടിപ്പു തിരുവിതാംകൂർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ എന്നിങ്ങനെ അതെ, ആലോചിച്ചിട്ടുണ്ടോ? എങ്കിലത് ഫ്രഞ്ച് ടെറിട്ടറി ആയിട്ട് മാറുമായിരുന്നു. ടിപ്പുവിന് സ്വതന്ത്രമായിട്ടൊന്നും അധികകാലം ഭരിക്കാൻ പറ്റുമായിരുന്നില്ല. ആർക്കും അറിയാത്തൊരു കാര്യമല്ല, നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അലയി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ടിപ്പുവിൻ്റെ ആർമി നയിച്ചിരുന്ന ആളുടെ പേര് ലാലി. ഹി വാസ് എ ഫ്രഞ്ച് മുസ്ലിം. അപ്പോൾ ഇത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ വരുമായിരുന്നു. റീസെൻറ്റ് കേരള ഹിസ്റ്ററി അല്ല, കുറച്ചുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2-3 തിയറികളുള്ളത് കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി വാസ്തവത്തിൽ അവരുടെ ആ ഒരു ഫെയ്ത്തിൻ്റെ ഒരു വിജയം അതിനകത്ത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരു ട്രേഡ് എങ്ങനെയാണ് പോളിറ്റിക്സിൽ ഉപയോഗിക്കേണ്ടതെന്ന് കേരളീയരെ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നേരത്തെ ബുദ്ധമതക്കാർ അല്ലെങ്കിൽ ജൈനമതക്കാർ ശ്രേഷ്ഠികൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നമുക്ക് അവരെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഒരു ട്രേഡിൽ കൂടി എങ്ങനെയാണ് പോളിറ്റിക്സിലേക്ക് ഇടപെടേണ്ടത്. അല്ല, എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ അതിനകത്ത് സെൻറ്റ് തോമസിൻ്റെ കഥയാണ് അവർ അഭിമാനത്തോടെ പറയുന്നത്. ഞാനിതിനകത്ത് കുറച്ച് വ്യത്യാസമായിട്ട് അവിടെയും എഴുതിയ ആളാണ്. സെൻറ്റ് തോമസ് ഒരു പോർച്ചുഗീസുകാരെ കൊണ്ടുവന്ന ഒരു മിത്താണ്. ഇവിടെ പല തോമസ്മാർ വന്നിട്ടുണ്ട്, അതിൽ പല വിശുദ്ധന്മാരുണ്ട്. ക്നായിത്തൊമ്മൻ വന്നു എന്നുള്ളത് തീർച്ചയാണ്. മറ്റേ സെൻറ്റ് തോമസ് വന്നു എന്നുള്ളതിന് തെളിവില്ല. ഞാനങ്ങനെ പറയുമ്പോൾ അത് എനിക്ക് വഴികാട്ടിയായിട്ടുള്ളത് TK ജോസഫാണ്. എന്തായാലും ക്രിസ്ത്യാനിറ്റി ഒരു 5-ാം നൂറ്റാണ്ട് മുതൽ വളരെ ശക്തമായിട്ട്, അല്ലെങ്കിലും ഇവിടുത്തെ ഒരു കേരള സൊസൈറ്റിയിൽ അവരുടെ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ ഒരു 3rd സെഞ്ച്വറി തൊട്ടുണ്ടാവാം, അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷുകാരുടെ ഒരു പേട്രണേജ് ഒരു വലിയ റീസൺ അല്ലേ ഇവരുടെ? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാരാണ് അവരെ പേട്രണൈസ് ചെയ്തതും അവരെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ളൊരു അവർക്കൊരു സ്ട്രെങ്ത് കൊടുത്തതും പോർച്ചുഗീസുകാരാണ്. അതിൽ കാത്തലിക്സിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവട്ടെ പ്രൊമോട്ട് ചെയ്തത് പ്രൊട്ടസ്റ്റൻസിനെയാണ്, പുത്തൻകൂറ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനെയുമാണ്. ഈ പോർച്ചുഗീസുകാരുടെ ഭയങ്കര ക്രൂരമായ കഥകൾ കേൾക്കാറുണ്ട്, അവരുടെ ഫോഴ്സ്ഡ് കൺവേർഷൻസിനെ പറ്റിയിട്ടൊക്കെ. ക്രൂസിഫിക്സേഷൻ എന്ന് പറയുന്ന നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് ഗോവയിലുണ്ടായിരുന്നു. ഈ ഇൻക്വിസിഷൻ കൊച്ചിയിൽ ഇൻക്വിസിഷന് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. സർ, അതുപോലെ വേറൊരു തിയറി പറയുന്നത്, അതായത് താഴ്ന്ന ജാതിക്കാര് അവര് റെസ്പെക്റ്റിന് വേണ്ടി, അതായത് വൈറ്റ് മെൻസ് റിലിജൻ ആണ് സിവിലൈസ്ഡ് റിലിജൻ ആയതുകൊണ്ട് അവർ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടെ നടക്കാൻ വയ്യ, മാന്യമായിട്ട് വേഷം ധരിക്കാൻ സമ്മതിക്കുന്നില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. തമാശ നമുക്കറിയില്ലേ, പോർച്ചുഗീസുകാരനായിട്ടുള്ള കബ്രോള് നോക്കിയപ്പോൾ സാമൂതിരിയുടെ സൈന്യത്തിനെ കൊച്ചിയിലെ സൈന്യത്തിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ഇങ്ങനെ വിജിഗീഷുക്കളായിട്ട് വിക്ടോറിയസ് ആയിട്ട് പോകുന്ന ഉടനെ പാടത്ത് പണിയെടുക്കുന്ന കുറേ കൃഷിക്കാരെ അവരുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ഇവരെ അടിച്ചു ഓടിച്ചു. അപ്പോൾ കബ്രാൾ പറഞ്ഞു ഇവരെ ആർമിയിൽ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ കൊച്ചിയുടെ മന്ത്രി പറഞ്ഞു പൊലയന്മാരാണ്, അതുകൊണ്ട് അവരെ ആർമിയിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു ഇതെന്തൊരു രാജ്യം? പക്ഷെ എന്നാൽ അതേ സമയത്ത് ആ സമയത്ത് തിരുവിതാംകൂറിൽ ചാന്നാർപ്പടയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് എന്ന് പറയുമ്പോഴും അവരെ മെയിൻ ഫോഴ്സ് അല്ല.
ഒരു പറയാം, ഒരു എമർജൻസി വരുമ്പോൾ ചാന്നാന്മാരെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഒരു എമർജൻസി വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടെലികമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ ഈ മെയിൻ ആർമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരെ കൂടെ ഉപയോഗിച്ചിരുന്നു. മെയിൻ ആർമി എന്ന് പറയുന്നത് നായർ ഫോഴ്സായിരുന്നു. ഈയിടെ ചേകവന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. വേലുത്തമ്പിയുടെ റൈറ്റിനകത്ത് റിബല്യനകത്ത് ഈഴവർ പങ്കെടുക്കുന്നുണ്ട്. ഒരു നാഗമണി നാടാരെ പറ്റി പറയുന്നുണ്ട് വേലുത്തമ്പിയുടെ റിബല്യനിൽ. അതൊക്കെ ഒരു എമർജൻസിക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ജാതിയുടെ ഒരു വിവേചനമില്ലാണ്ട് അദ്ദേഹം മറവപ്പട എന്ന് പറയുന്നവർ തന്നെ മറവരും കള്ളരും കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളല്ലേ. ഈ പറഞ്ഞ ടിപ്പുവിന്റെ മറ്റേ തോൽവിയില് അവിടെയും ചിലരൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയുന്നുണ്ട്. സം പീപ്പിൾ സേ ദാറ്റ് ഹി വാസ് നോട്ട് എക്സാക്ട്ലി ഡിഫീറ്റഡ്, പക്ഷേ സർട്ടൻ എൻവയൺമെന്റൽ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പിൻവാങ്ങിയതാണ്. ശരിയാണ്, അദ്ദേഹം പിൻവാങ്ങി എന്ന് പറയുന്നതിനകത്ത് ആണ് സത്യം. ആ പിൻവാങ്ങി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അഭിമാനത്തിന് വേണ്ടി അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ഒരു തവണ തോൽപ്പിച്ചു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നെടുങ്കോട്ട ബ്രീച്ച് ചെയ്തു. നെടുങ്കോട്ട ബ്രീച്ച് ചെയ്തിട്ട് അദ്ദേഹവും സൈന്യവും കൊടുങ്ങല്ലൂർ കോട്ട ക്യാപ്ചർ ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ട ക്യാപ്ചർ ചെയ്തിട്ട് അദ്ദേഹം ആലുവ പെരുമ്പാവൂർ വഴി ആലുവ പുഴ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മൺസൂൺ വന്നു. മൺസൂൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അദ്ദേഹത്തിന് ഒരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വിഡ്രോ ചെയ്തു. പുഴയിൽ വെള്ളം തുറന്നു അപ്പോൾ പുഴയിൽ വെള്ളം തുറന്നു വിട്ടതും അത് സി വി രാമൻപിള്ള എഴുതിയതാണ്. പക്ഷേ ഒരു പോസിബിലിറ്റി അതുണ്ട്. നമുക്കവിടെ നിന്ന് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന ഒരു അണക്കെട്ടുണ്ടായിരുന്നു, തുറന്നു വിട്ടിരിക്കാം. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, നമ്പൂതിരി ബ്രാഹ്മണർ പറയുന്നത് യാഗം ചെയ്തുകൊണ്ടും മഴ പെയ്തിട്ടാണെന്നാണ്. അതുമാത്രം നല്ലൊരു കഥയായിട്ട് നമുക്ക് സ്വീകരിക്കാം. സാർ, എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുക, അതായത് സെന്റ് തോമസ് ശരിക്കും കേരളത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഞാൻ വായിച്ചിട്ടുള്ള തോമസ് പീഡിയ എന്ന് പറഞ്ഞൊരു ബുക്കില് അതെ, അതിൻ്റെ അകത്ത് പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറയുന്ന കഥകളിൽ നിന്നാണ്. അതെ അതെ. തോമസ് അദ്ദേഹം ആ എഴുതിയ എഡിറ്ററായിട്ട് ഞാൻ വളരെ അടുപ്പമുള്ള ആളാണ്. അതെ, തോമസ് പീഡിയ എഴുതിയ ആൾ തൃശ്ശൂരുള്ള ആളാണ്. ഇന്ന് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് അത്രമേലൊരു എന്താ പറയേണ്ട ഒരു സ്ട്രോങ് ബിലീഫാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ പറയാം, 6 സെൻറ്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. TK ജോസഫ് എന്നാണ് അത് എഴുതിയ ആളുടെ പേര്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ വളരെ ആവേശമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. കേരള സൊസൈറ്റി പേപ്പേഴ്സ് എഴുതിയ ആളാണ്. പക്ഷേ ആ 6 സെൻറ്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ കിട്ടാവുന്ന മുഴുവൻ വാങ്ങിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ പുസ്തകത്തിനകത്ത് സെൻറ്റ് തോമസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ തെറ്റ്. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും ക്രിസ്ത്യാനിറ്റിയുടെ ചാമ്പ്യനാണ്. പക്ഷേ അത്രമേൽ ഇത് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ആയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവർ അക്കാര്യം എനിക്ക് അന്ന് പക്ഷേ ഈ പുസ്തകം എഴുതിയതിന് എനിക്ക് ഒരു പ്രശ്നവും വന്നില്ല. ഞാൻ ദേവസഹായം പിള്ളയുടെ പറ്റിയും എഗൻസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് അപ്രിയ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആദ്യമായിട്ട് വരുന്നത് ചിത്ര തിരുനാളിനെ പറ്റി പുസ്തകം എഴുതിയപ്പോഴാണ് വന്നത്. ഒന്നുമില്ല സാർ, ഇതുവഴി പോകുമ്പോൾ ഒരു കാറ് വന്ന് ഇടിക്കുമെന്ന് പറഞ്ഞു. ഒരു വീഡിയോഗ്രാഫറായിട്ടാണ് അയാൾ അവതരിച്ചത്. പിന്നെ പറഞ്ഞു, സാർ തിരുവനന്തപുരത്തല്ലേ ജീവിക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മ വേണ്ടേ എന്ന് പറഞ്ഞു. ഇത്ര ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ഒരു കേസ് കൊടുത്തു, പോലീസ് ഫയൽ ചെയ്തു. ആ കേസ് ഫയൽ ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ഞാൻ ആരാണ് ഇതിൻ്റെ പ്രേരണയെന്നോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ആ വീഡിയോഗ്രാഫറുടെ പേര് ഞാൻ കണ്ടുപിടിച്ചു. നോക്കിയപ്പോൾ അയാൾക്കെതിരായിട്ട് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. നമ്മുടെ സോജി മോൻ തന്നെ സോജി മോനെതിരായിട്ട് അയാളൊരു വീഡിയോ ചെയ്തു, അത് കേസാണ്. പല കേസുകളിലും ഉള്ള ആളാണ്. രാഗം രാധാകൃഷ്ണൻ എന്നാണ് പേര്. ആ പേര് ഞാൻ കണ്ടുപിടിച്ചു, പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കണ്ടുപിടിച്ചു. അയാൾക്കെതിരായിട്ട് ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു, പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. കുറച്ച് വൈകിട്ടാണെങ്കിലും. സാർ, മറ്റേ കാര്യങ്ങൾ ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ചാൽ ഒരു സംശയം, ഈ സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്നത് ഒരു ബിലീഫിനപ്പുറത്ത് ഇതിലൊരു സോഷ്യൽ റീസൺ കൂടെയുണ്ട്. കാരണം ഇതൊരു
മറ്റേ ബ്രാഹ്മണ കുടുംബമാണ്, നമ്പൂതിരി കുടുംബമാണ് കൺവെർട്ട് ചെയ്തതെന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന ഒരു അപ്പർ സോഷ്യൽ അത് ആ സോഫിസ്റ്റിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്ന് കേരളത്തിൽ ഈ പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണരില്ല. ബ്രാഹ്മണരെ ഇല്ല എന്ന് പറയാനൊക്കെയില്ല, ഒരു ഫോഴ്സ് ആയിരുന്നില്ല. നമുക്കറിയാം 8th സെഞ്ച്വറിയോട് കൂടിയാണ് ബ്രാഹ്മണര് കേരളത്തിലൊരു ഫോഴ്സ് ആവുന്നത്. ഞാൻ അതെല്ലാം ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പിന്നെ നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു സംശയം, ഈ മതിലകം ഡോക്യുമെന്റ്സിലെ ശരിക്കും പ്രതിപാദിക്കുന്നത് എന്താണ് അതിന്റെ അവിടുത്തെ ടെമ്പിൾ റിച്വൽസ് ആണ്. ടെമ്പിളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയും അവരുടെ സ്റ്റോറി, അത് പിന്നെ ഒരു ലെജൻഡാണ്, അത് ഹിസ്റ്ററി അല്ല. അതിൻ്റെ പ്രത്യേകത ഇടയ്ക്കിടയ്ക്ക് പക്ഷേ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരും. കാരണം ടെമ്പിളാണെന്ന് റൂളർ, ക്ഷേത്രമെന്ന് ഭരണാധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ എല്ലാം അറിയിക്കണം. കപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തെ അറിയിക്കണം. ബി നിലവറയിൽ നിന്നാണ് ഒരു തവണ തുക എടുത്ത് കപ്പത്തിന് കൊടുക്കുന്നത്. ബി നിലവറ തുറന്നിട്ടില്ല എന്നിപ്പോൾ പറയുന്നല്ലോ. 10 ലക്ഷം രൂപ, ഒരു തവണ 5 ലക്ഷം രൂപ, മാധവറാവുവിൻ്റെ കാലത്ത് 5 ലക്ഷം രൂപ, രാജാ കേശവദാസിൻ്റെ കാലത്ത് 10 ലക്ഷം രൂപ അതെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുറന്നിട്ടില്ല എന്ന് പറയുന്നത് പണ്ട് മുതലേ തുറന്നിട്ടുണ്ട്. അത് തന്നെയാണ് അടുത്ത ചോദ്യം. ഈ പത്മനാഭദാസൻ എന്നത് ഒരു കവറായിരുന്നു ശരിക്കും ട്രാവൻകൂർ റോയൽ ഫാമിലി. അതിനകത്ത് ഭക്തിയുമുണ്ട്, പോളിറ്റിക്സും ഉണ്ട്. അല്ല സാർ, ഇതിപ്പം ഇതിനകത്തുള്ള ധനം അത് അർപ്പിച്ചതാണ്, അവർ പിന്നീട് എടുക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഭഗവാനെ സമർപ്പിച്ചതാണ്. എടുത്തല്ലോ, എടുത്തതല്ലേ ഈ പറയുന്ന കപ്പം കൊടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. അപ്പൊ അതൊരു ട്രഷറി ആയിട്ട് മാത്രമാണ്. അത് ട്രഷറി എന്നല്ല, അത് അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. അതുപോലെ തന്നെ രാജാ രവിവർമ്മയ്ക്ക് പടം വരയ്ക്കാനായിട്ട് പണം കടം കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് എടുത്തിട്ട്. അതിന്റെ പൊളിറ്റിക്സ് എന്താണ്? പോളിറ്റിക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അന്ന് മിച്ച ബഡ്ജറ്റ് ഇല്ല, അല്ല അന്ന് കമ്മി ബഡ്ജറ്റ് ഇല്ല. അന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുഴുവൻ ചിലവാകുകയില്ല. അന്ന് ബഡ്ജറ്റല്ല, ഒരു നികുതി പിരിച്ച മുഴുവൻ എമൗണ്ടും ഒരു വർഷം ചിലവാകണമെന്നില്ല. അങ്ങനെ മുഴുവൻ ചിലവാകാത്ത തുക ഈ ഭണ്ഡാരത്തിൽ പോകും. അല്ലാതെ രാജാക്കന്മാരുടെ കാണിക്ക മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ റവന്യൂ ഇതിനകത്ത് പോകും. അത് മാത്രമാണോ അതോ ഈ ട്യൂട്ടൽ പിള്ളമാരുടെ കാര്യം പറഞ്ഞ പോലെ ഈ ഉള്ളിൽ നിന്നുള്ള ശത്രുവിനെ നേരിടാനുള്ള ഒരു തന്ത്രമാണോ? അതെ, ഇതിനകത്തൊക്കെ തന്ത്രം എന്നല്ല, പോളിറ്റിക്സ് ഉണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. മാർത്താണ്ഡവർമ്മ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പല ആക്ടും വളരെ ഹീറോയിക് ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്ത്രീകളെ തുറകയറ്റി എന്ന് വരുന്നത് വലിയ കാര്യമായാണ് പറയുന്നത്. അല്ല, അതാരും വലിയ കാര്യമായി പറയുന്നില്ല, പറയാൻ പറ്റുകയില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ, വാവിട്ട് നിലവിളിക്കുന്ന അലമുറയിടുന്ന ആളുകളെ അവരെ ഇങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? രാജ്യകാര്യ ചുരുണയിൽ അവരെ കയ്യാളിച്ച ശേഷം മുക്കുവർക്ക് കൊടുത്തു. കയ്യാളിക്കുക എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ റേപ്പ് ചെയ്യുക. ഇതിലുള്ളൊരു പ്രശ്നം, നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് നമ്മളൊരു 200-300 വർഷം മുന്നേ ഉള്ള ആളുകളെയും അന്ന് നടന്ന കാര്യങ്ങളെയും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹിസ്റ്റോറിയൻ ഇതിനകത്ത് നമ്മൾ സങ്കടപ്പെടുകയോ ആവേശം കൊള്ളുകയോ അതിനകത്ത് പകരം വീട്ടണമെന്നുള്ള, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ പുസ്തകത്തിൽ ഇതിന് പകരം വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാർത്താണ്ഡവർമ്മയുടെ ഒരു പ്രതിമ ഇവിടെ തിരുവനന്തപുരത്ത് ഇല്ലാത്തതിൽ എനിക്ക് വാസ്തവത്തിൽ വിഷമമുണ്ട്. അപ്പോഴും ഞാൻ ധാർമ്മിക രോഷമൊന്നും കൊണ്ടിട്ടില്ല. സാർ, ലോക സിനിമയെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതില് ചന്ദ്ര എന്നുള്ള കഥാപാത്രം, നീലി, ആ കണക്ഷൻസിനെയൊക്കെ അതൊന്നും പറയാമോ? ഒന്നുമില്ല. അത് ആ സിനിമയിലെ കഥ യഥാർത്ഥ കല്യാണക്കാട്ടും നീലിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഞാനിത് എഴുതാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സിനിമ പവർഫുൾ മീഡിയമാണ്. ഇനി ആളുകൾ വിചാരിക്കും ഈ ലോക പോലെയാണ് നീലിയുടെ കഥയെന്ന്. ഒന്നാമത് നീലി അവർണ സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് അതിനകത്ത് പറയുന്നത്. നീലി വൈശ്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. തെറ്റല്ലേ അത്? അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ വക കാര്യങ്ങളൊന്നുമില്ല.
ഞാനിത് എഴുതാൻ കാരണം ഈ ചേർത്തലയിൽ ഒരു മുലച്ചിപ്പറമ്പുണ്ട്. ഈ മുലച്ചിപ്പറമ്പിൽ അവിടെ ചേർത്തലയിൽ ഒരു പ്രതിമയും ഉണ്ട്, നങ്ങേലിയുടെ ഒരു പ്രതിമ. അപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് ആ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്നോടൊരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അത് തോമസ് ഐസക്കിന് അവിടുത്തെ ഒരു ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നങ്ങേലിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞാൻ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ലാറ്റിൻ ക്രിസ്ത്യനായിട്ട് അത് അദ്ദേഹത്തിന് ജാതിയില്ലെങ്കിലും അദ്ദേഹത്തെ ആളുകൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈഴവ വോട്ട് ബാങ്കും കൂടി കിട്ടണം. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഈ പറഞ്ഞ നീലിയുടെ പ്രതിമ, അതായത് നങ്ങേലിയുടെ പ്രതിമ. അപ്പം നങ്ങേലിയുടെ ഒരു പേര് പരാമർശിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് അദ്ദേഹം റിസർച്ചേഴ്സിനെ ഇവിടുത്തെ ആർക്കൈവ്സ് മുഴുവൻ പരിശോധിപ്പിച്ചു. അവർക്ക് ആർക്കും നങ്ങേലിയെപ്പറ്റി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവിടെ ഈ മുലക്കരം എന്ന് പറയുന്നത് സ്ത്രീ കൊടുക്കുന്ന കരവേ അല്ല, സ്ത്രീയായിട്ടുള്ള അടിമ, സ്ലേവ് വേണ്ടി ഓണർ കൊടുക്കുന്ന കരമാണ്. അതായത് ഉടമസ്ഥൻ കൊടുക്കുന്ന, അയാളുടെ കീഴിൽ ഊഴിയ വേലയ്ക്കോ അടിമ വേലയോ ചെയ്യുന്ന സ്ത്രീകളോ പുരുഷന്മാരും ഉണ്ട്. അവർക്ക് അയാളൊരു ടാക്സ് കൊടുക്കണം. അതാണ് ഈ മുലക്കരം എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്നിരിക്കെ ഇവിടെ ഇതിനകത്ത് ഈ കഥയിൽ ഇതൊരു കഥാപ്രസംഗക്കാരൻ്റെ സൃഷ്ടിയായിരുന്നു. ഇങ്ങനെ നികുതി പിരിക്കാനായിട്ട് വരുമ്പോൾ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയെ വീട്ടിലിരിക്കുന്ന കത്തിയെടുത്ത് ഒരൊറ്റ വെട്ട് എന്നിട്ട് എടുത്ത് കൊടുത്തു എന്ന് പറയുന്നത് ഗംഭീരമായ കഥയാണ്. മാർട്ടിയർ, അത് ഈ ടിപ്പു സുൽത്താൻ്റെ ഇവിടുത്തെ ഉണ്ണിയാർച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു കഥ ഇതുപോലെ പ്രചരിക്കുന്നുണ്ട്. ഉണ്ണിയാർച്ച, ആരോമൽ ചേകവരുടെ സഹോദരി ഉണ്ണിയാർച്ച ടിപ്പു സുൽത്താൻ്റെ ഭാര്യയായിരുന്നു. ടിപ്പു സുൽത്താൻ ഏത് കാലത്ത് ജീവിച്ചു, ഉണ്ണിയാർച്ച ഏത് കാലത്ത് ജീവിച്ചു. ക്ലിയോപാട്ര മലയാളിയാണെന്നൊരു പുസ്തകം വന്നിട്ടുണ്ട്. നല്ല രസമാണ് വായിക്കാൻ. പക്ഷേ ചരിത്രം എന്നതിന് പേര് കൊടുക്കരുത്, ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നോ മറ്റോ പേര് കൊടുക്കാം. ഇതൊരു ഫിക്ഷണൽ അക്കൗണ്ടായി കണ്ടാൽ പോരെ സാർ? ഈ ലോക സിനിമയൊക്കെ കള്ളിയങ്കാട്ട് നീലി എന്നുള്ള ഒരു സങ്കല്പത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഫിക്ഷൻ. ഇല്ല, ഞാൻ ആ സിനിമയുടെ ടെക്നിക്കൽ പ്രൊഡക്ഷനെ പറ്റിയോ ഒന്നും അല്ല പറഞ്ഞത്. ചരിത്രത്തിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യരുത്. ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ എന്നോട് ചോദിച്ചാൽ പറയാറുണ്ട്. ഇതിപ്പോൾ ലോകയായതുകൊണ്ട് ചോദിച്ചു, അല്ലെങ്കിൽ എത്ര സിനിമകൾ ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുന്തച്ചൻ സിനിമ, അതിനെപ്പറ്റി MT വാസുദേവൻ നായർക്ക് എഴുതി. MT വാസുദേവൻ നായർ വളരെ എന്നോട് ദേഷ്യം കാണിച്ചു. കുറേ കാലം മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം എന്നോട് വളരെ സ്നേഹവും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചരിത്ര സത്യങ്ങൾ പറയുന്നതിനെ ഒരു സമചിത്തതയോടെ കാണുവാൻ പലർക്കും കഴിയില്ല. പെരുന്തച്ചനിലെ എൻ്റെ പ്രധാന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, പെരുന്തച്ചൻ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അതായത് അതിലെ തിലകൻ അഭിനയിക്കുന്ന കഥാപാത്രം. തിലകൻ്റെ ആ തമ്പുരാട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു നമ്പൂതിരിയെ അതിനകത്ത് അവതരിപ്പിക്കും. അജയൻ ആണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അജയൻ്റെ അവതരിപ്പിക്കുന്ന അത് തിരുമംഗലത്ത് നീലകണ്ഠൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. പെരുന്തച്ചൻ്റെ കാലത്തല്ല ഈ തിരുമംഗലത്ത് നീലകണ്ഠൻ ജീവിക്കുന്നത്. ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. MT അപ്പം ഞാൻ കൊടുത്തൊരു ലേഖനം ഉടനെ മടക്കി വെച്ചു. കാരണം പെരുന്തച്ചനിങ്ങനെ ഞാനിനി എഴുതരുത്. അന്ന് പിന്നെ യൂട്യൂബ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞുമില്ല, ഞാനിത് എഴുതിയില്ല. അവിടെ ഞാൻ അങ്ങനെയാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു. ഞാൻ തെറ്റാണെന്ന് വേറൊരാളെ തെളിവുകളുടെ ബോധ്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ തിരുത്തും. ഞാൻ എത്രയോ കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. സാറ് പറയുന്ന ചരിത്രം എന്റർടൈൻമെന്റ് ആകുമ്പോൾ ഒരു അപകടമാണ്. അതെ അതെ. ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ആളുകൾക്ക് അവസാനം അത് പൊരിച്ച മുട്ടയിലിടുന്ന ഒരു കുരുമുളക് പൊടിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ബുൾസയിലിടുന്ന കുരുമുളക് പൊടിയായിട്ടൊക്കെ ആണിപ്പോൾ ചരിത്രം ആളുകൾക്ക് വേണ്ടത്. മരുമക്കത്തായം ഈ അത്ര മോശം സംഭവമായിരുന്നു, എതിർക്കപ്പെടേണ്ട ഒരു സംഭവമായിരുന്നു? അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൽ മരുമക്കത്തായം നിർദോഷമായിരുന്നിരിക്കാം. പക്ഷേ
കാലം മാറുന്നതനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റങ്ങൾ വരണം. ഈ പറയുന്ന പോലെ മരുമക്കത്തായത്തിനകത്തും അറ തുറന്ന് നെല്ലെടുത്ത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ തറവാട്ടമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ കവിഞ്ഞ സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണവർക്കാണ് പിന്നെയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. എന്നാലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കാരണവരാണ്. കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകേണ്ട ശരിയാണ്. പക്ഷെ നല്ല റൊമാൻറ്റിക് ആണ്. അതുകൊണ്ടാണല്ലോ എംപയർ ഓഫ് നായേഴ്സ്, ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ നേരത്തെ തെറ്റിച്ച് പറഞ്ഞു, എംപയർ ഓഫ് നായേഴ്സ് എന്നാണ്. എംപയർ ഓഫ് നായേഴ്സിനകത്ത് അതൊരു നല്ല സിറ്റുവേഷനായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അതോടുകൂടി തന്നെ മക്കളെ ശ്രദ്ധിക്കാത്ത അച്ഛന്മാർ വന്നു, ഇല്ലേ? മാത്രമല്ല അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാരണവന്മാർ വൈകുന്നേരം വീടുകളിൽ കാണുകയില്ല, അവരവരുടെ ഭാര്യാഗ്രഹങ്ങളിൽ പോകും. വീടുകളിൽ അരാജകത്വം ഉണ്ടായി. അപ്പോൾ അവിടെ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ വരും. അപ്പോൾ പല അനാശാസ്യങ്ങളും അവിടെ നടക്കും, പുറത്ത് പറയാൻ കൊള്ളാത്തത്. അത് 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും മരുമക്കത്തായം അധപ്പതിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ അധപ്പതിച്ചിരുന്നു. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലെ മരുമക്കത്തായം ഇല്ലാതെയായത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് മിഷണറിമാർ പങ്കുവച്ചു, ചർച്ച് മിഷൻ സൊസൈറ്റി പങ്കുവച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഉദ്ദേശം വേറെയും ഉദ്ദേശങ്ങളുണ്ട്. ഈ വിക്ടോറിയൻ മൊറാലിറ്റി മാത്രമായിരുന്നില്ല ഉദ്ദേശം. മതപരിവർത്തനം അവർക്കൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സംഭവങ്ങളുടെ പിന്നിലും മറച്ചു വയ്ക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു ചരിത്രകാരൻ ചെയ്യേണ്ടത് ഈ മറച്ചു വയ്ക്കപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു സത്യസന്ധമായ വിലയിരുത്തലിന് ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്രയേ ഉള്ളൂ. സർ, നമ്മുടെ കോൺവെർസേഷനിൽ പല പ്രാവശ്യം വന്നായിരുന്നു ഈ പ്രോഗ്രസീവ് ആയിരുന്നു നമ്മുടെ റൂളിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഗ്രസീവ് ഇമേജ് ഉണ്ട് കേരളത്തിലെ റൂളിംഗ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഈ പ്രോഗ്രസീവ് ഇമേജ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആണ്, അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പാസ്റ്റിനെ ഓവർലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രോഗ്രസീവ് ഇമേജ് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് വളരെ ശക്തമാണ്. ഒരു ഡൽഹിയിൽ നടക്കുന്ന കാര്യം അടുത്ത നിമിഷം നമ്മൾ അറിയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാലമാണ്. പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് അറിയാവുന്ന കാര്യമാണ് നമുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും ഹൈഡ് ചെയ്യാനൊക്കത്തില്ല, മറച്ചു വയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഒരു സ്റ്റാഗ്നൻ്റ് സൊസൈറ്റിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ആ സൊസൈറ്റിയുടെ സ്റ്റാഗ്നൻസിയെ കെട്ടിക്കിടക്കലിനെ ഇല്ലാതാക്കുന്നതിൽ പത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പത്രങ്ങളല്ല, മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മറുപടികൾ പറയേണ്ടി വരുന്നത്. സത്യത്തിൽ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരുന്നത് അവർക്ക് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ്. സാർ ഇപ്പം പറഞ്ഞത് വെച്ച് പറയുകയാണ്, അതായത് ഇപ്പോൾ ഉള്ള ചരിത്ര വിദ്യാർത്ഥിക്ക് ചരിത്രം പഠിക്കുന്നത് കൂടുതൽ ചലഞ്ചിങ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ചരിത്രത്തിനെ വളർത്തുകയല്ല, വഴിതെറ്റിക്കുക എന്ന് പറയാൻ പറ്റുമോ? അല്ല, ചരിത്രത്തെ ആരൊക്കെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും അവസാനം ചരിത്രം ഈ നദി പോലെയാണ്. നദി ഒരു ഫ്ലഡ് വരുമ്പം ചിലപ്പോൾ വഴിമാറിയൊക്കെ ഒഴുകിയെന്നിരിക്കും, പക്ഷേ നദിക്കറിയാം അതിന് ഒഴുകേണ്ട ഒരു ഗതിയെപ്പറ്റി. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നതിനെ വീണ്ടെടുക്കാനായിട്ട്, റിസ്റ്റോർ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒരാൾ വരും. ആരൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരാൾ അപ്രിയമായ സത്യം പറയാനായിട്ട് ഉണ്ടാകും. ഒരാൾ, ഞാനല്ലെങ്കിൽ വേറൊരാൾ. തിരുവിതാംകൂർ ഹിസ്റ്ററിയുടെ തീർച്ചയായിട്ടും ഇത് ആരെഴുതിയില്ലെങ്കിലും എഴുതാൻ പുതിയ ആളുകൾ ഉണ്ടാവും. സാർ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മനസ്സിലുള്ള ജനറലായിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രം ക്രൗഡിൽ ഈ ഓൾഡ് ടൈമേഴ്സിൻ്റെ ഇടയിൽ ഉള്ള ഒരു സംസാരമാണ് അമ്മ മഹാറാണിയുടെ പാപങ്ങൾ കൊണ്ട്. ഇപ്പൊ ഈ മൂടി വെച്ചാലും പിന്നെ ജനറൽ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഷീ വാസ് അവിടെ പശുബലി നടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കേട്ട്. പശുബലിയല്ല, മനുഷ്യബലിക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് നടന്നില്ല.
പിന്നെ എലികളെ കൊന്നു. അത് ശരിയാണോ? എലികളെ കൊന്നയാൾ അതിനെപ്പറ്റി പറഞ്ഞത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പിൻകുറിപ്പായിട്ട്. നരബലി ശരിക്കും നടന്നു. നരബലിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു, പക്ഷെ അവർ എസ്കേപ്പ് ചെയ്തു.